കേരളത്തിന്റെ ക്രൈം ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സമാനതയില്ലാത്ത ഒരു കേസിൽ ഒടുക്കം വിധി വരാൻ പോകുന്നു. ഡിസംബർ 8 വിധി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. 2017 ഫെബ്രുവരി മുതൽ 2026 എന്നീ ദിവസം വരെ നമ്മൾ ഒരുപാട് സമാനതയില്ലാത്ത നാടകീയ സംഭവങ്ങൾ കണ്ട അല്ലെങ്കിൽ നേരിൽ കണ്ട സാക്ഷ്യം വഹിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ കേസിൽ കൂടി ഒടുക്കം വിധി തീർപ്പ് വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറുകളാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. വിപിൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2017 തൊട്ട് ഇന്ന് 2025 ഈ ദിവസം വരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവ വികാസങ്ങളുടെ കടന്നുപോയ ഒരു കേസാണ്. വിചാരണ കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മെമ്മറി കാർഡ് ചോർന്നതടക്കം ഇത്തരത്തിലൊരു നീതിപീഠത്തെ പോലും സംശയമുനയിൽ നിർത്തിയൊരു സംഭവം കൂടി ഇതിനിടയിൽ ഉണ്ടായി. അങ്ങനെ അന്വേഷണ കമ്മീഷനുകൾ പലതും ഉണ്ടായി. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കുന്നു. ഒടുക്കം വിധിയിലേക്ക് വരുമ്പോൾ ഈ നടി ആക്രമിച്ച കേസ് താണ്ടിയ നീതിയുടെ പോരാട്ട വൈദികൾ എങ്ങനെ നമുക്ക് വിശദീകരിക്കാം വിപിൻ? യെസ് സുഹൈൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത വളരെ ഒരു ക്രൂരകൃത്യം എന്ന് പറയാവുന്ന രീതിയിലാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നുള്ളത്. ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ വാർത്തകൾ ശ്രവിച്ച ഓരോ ആളുകളും ഉണ്ടായിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സിനിമാ നടൻ അതിൽ അറസ്റ്റിലാകുന്നു. ഇത് ആദ്യഘട്ടത്തിൽ, അതായത് ഫെബ്രുവരി 17 തീയതിയാണ് 2017 ഈ ഒരു ക്രൈം നടക്കുന്നത്. അങ്കമാലിയിൽ വെച്ച് ഈ ഒരു നടിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് അതിൽ പൾസർ സുനി എന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലാകുന്നു. ആദ്യം പൾസർ സുനിയിലും പിന്നീട് ഈ സുനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സുനിൽകുമാറുമായി ബന്ധപ്പെട്ട ആളുകളിലും നിന്ന ഒരു സംഭവം അതൊരു കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളതും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഈ അന്വേഷണ സംഘം ഇത് കണ്ടെത്തിയതിന് തൊട്ടുപുറകെ ഏകദേശം ഒരു ജൂലൈയോട് കൂടിയാണ് പിന്നീട് ദിലീപ് അറസ്റ്റിലാകുന്നത്. അതും കേരളത്തിൽ തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. ഈ ദിലീപിന്റെ അറസ്റ്റോട് കൂടിയാണ് ഈ കേസിന്റെ ഒരു മാനം തന്നെ മാറുന്നത്, അതിന്റെ ഒരു നില തന്നെ മാറുന്നത്. പിന്നീട് ഏകദേശം 85 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് ഈ കേസിൽ ജാമ്യം കിട്ടുന്നത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ പിന്നീട് ഉയർന്നു വരികയും ചെയ്തു. ആദ്യം ഇത് വിചാരണ കോടതിയിലായിരുന്നു, അത് അവിടുന്ന് മാറ്റണം എന്നുള്ള ആവശ്യം പിന്നീട് ഉയർന്നു വന്നു. അത് ഹൈക്കോടതിയെ സമീപിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു. ഇപ്പോൾ ഈ കേസിന്റെ വിധി ഏകദേശം 7.5 വർഷം പിന്നിട്ടിരിക്കുന്നു. വിചാരണ കാലയളവ് പല ആളുകൾ കൂറുമാറലുണ്ടായിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ പിന്നീട് വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. മെമ്മറി കാർഡ് വിവാദമുണ്ട്. അമ്മയിൽ നിന്ന് പുറത്താക്കുന്നു ദിലീപിനെ. പിന്നീട് അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, അത് WCCയുടെ പിറവി ഉണ്ടാകുന്നു. ഇങ്ങനെ അത് ഒരു സാധാരണ ഒരു ക്രൈം എന്നുള്ളതിന് അപ്പുറമായി അത് സാമൂഹികമായിട്ടും സിനിമാ മേഖലയിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ വിധി എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നത്. ഡിസംബർ 8 ഇത് എത്തുമ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ തന്നെ പലപ്പോഴും ഈ കേസ് പരിഗണിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ അത് പ്രോസിക്യൂഷന് അതിലൊരു ചില സംശയ ദൂരീകരണം പ്രോസിക്യൂഷനോട് കോടതിക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുകയും അത് ചോദിച്ച് അതുകൂടി ദൂരീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഹണിയം വർഗീസ് ഡിസംബർ 8 ഈ വിധി പ്രസ്താവിക്കും എന്നുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയായിരിക്കും എന്നുള്ളത് തെല്ലും സംശയമില്ലാത്തൊരു കാര്യമാണ്. ഈ കേസിൽ 9 പ്രതികളിൽ 8ാമത്തെ പ്രതിയാണ് ദിലീപ്. ഇതിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ നടൻ ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചാണ്. അപ്പോൾ ഈ കേസിന്റെ അന്തിമവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കോടതി അതിനെ വിസമ്മതിച്ചത്. അപ്പോൾ ആ വിധി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്ന ഒരു ആകാംക്ഷയുള്ളത്. ഹണിയം വർഗീസിന്റെ ആ ഒരു വിധി പ്രസ്താവം അത് ഏകദേശം 1000-ന് മുകളിൽ പേജുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.